ഈ ഒരു സ്ഥലം മനസ്സിലായോ? ഇതാണ് മരക്കളം കടവ്. അന്ന് പണ്ട് ഈ മരക്കളം കടവ് ബസ് എന്ന് പറയുന്നത് 7, 8, 9, 10, 11 ഓരോ മണിക്കൂർ ഇടവിട്ട് ബസ്സുകൾ വരുന്നൊരു സ്ഥലമായത്. അങ്ങനെ കൊല്ലത്തുനിന്ന് നമ്മളെ നോക്കിയപ്പം ഭയങ്കരമായ സിറ്റിയാണെന്ന് പറഞ്ഞ ആൾക്കാർ കയറി ഇവിടെ വന്നപ്പോൾ ഇതാണ് മരക്കളം കടവ്. അവർ നോക്കിയപ്പോൾ ഇതാണ് മരക്കളം കടവ്. അന്നിവിടെ ജോൺ സാർ എന്ന് പറയുന്ന സാറുണ്ടായിരുന്നു. ജോൺ സാറിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഏറ്റവും കൂടുതൽ ഇടനാട് ചീമാട്ടി മരക്കളം കടവിനെ ഏറ്റവും കൂടുതൽ വികസിതമായി കൊണ്ടുവന്നത് ജോൺ സാറിന്റെ ഒരു കഴിവാണ്. ജോൺ സാറ് പെരുമൺ ദുരന്തത്തിൽ മരിച്ചു. പഴയ ഈ പ്രൊഫസർ ജോൺ സാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ജോൺ സാർ ഉണ്ടായിരുന്നെങ്കിൽ ഈ കടവിന് ഇതൊന്നും അല്ല. ജോൺ സാർ ഒരിക്കലും ഈ ഒരു കടവ് നടപ്പാലമാകാൻ എനിക്ക് തോന്നുന്നില്ല പുള്ളി അത് അനുവദിക്കുമെന്ന്. ഇത് അന്ന് പുള്ളി ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇതുണ്ടെങ്കിൽ ഒരു 4 വീലെങ്കിലും ഇതുവഴി രാത്രി പോയാൽ കുനിഞ്ഞു പോവുകയും വേണം. ആളുകൾ മാത്രമല്ല പകല് പോയാലും അറിയാത്തൊരുത്തം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് തലയടിച്ച് മരിക്കും. ഈ ജോൺ സാർ ഉള്ളപ്പോഴാ ഈ ആർട്ട് സജീവ അറിയോ? ചാത്തന്നൂർ ആർട്ട് പുള്ളി ഇവിടെ കിടക്കുന്ന സ്റ്റേ വണ്ടി ഉണ്ടെന്ന് വൈകുന്നേരം വന്നിട്ട് സ്റ്റേ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പുള്ളിയുടെ പൈസ കൊടുത്ത് ഒരു വീടും ഇതും ഉണ്ടാക്കി കൊടുത്ത് ഡ്രൈവർക്കും കണ്ടക്ടർക്കും വേണ്ടി കിടക്കാൻ വേണ്ടിയിട്ട് മരക്കുളം കടവ് ഇവിടെ ചെയ്തു കൊടുത്ത 3 ടൺ ഭാരമുള്ള പുള്ളിയൊന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത. അല്ല, ഈ ജോൺ സാർ ഉള്ളപ്പോഴത്തേന് ചാത്തന്നൂർ ആർട്ട് ദേവി തിയേറ്റർ അവരെ സ്ഥിരം നാടകവേദിയായിരുന്നു. അതെ അതെ അതെ. അന്ന് അവരൊരു ടീം ഉണ്ടായിരുന്നു. ഈ മണികണ്ഠ സാർ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. മണികണ്ഠ സാർ അപ്പോൾ അളിയ ഈ പറഞ്ഞ ഈ പിന്നെ ആർട്ട് അറിയത്തില്ല, ദേവി തിയേറ്റർ സ്ഥിരം നാടകവേദിയായിരുന്നു. നാടകവേദിയല്ല, എല്ലാ കലാപരിപാടി ഹരിശ്രീ യശോനൊക്കെ സിനിമയിൽ വരുന്നതിന് പെന്ന ഫോർഗീസുമായിട്ടൊക്കെ അവിടെ ആയിരുന്നു. ഈ മുതുകാട് മജീഷ്യന്റെ അവന്റെ ഒക്കെ പരിപാടി എത്ര പേർക്ക് അറിയാം. അതൊക്കെ ഫസ്റ്റ് ഈ അവിടെ ഇവരുടെ പരിപാടിയായിട്ടായിരുന്നു. പിന്നെ ഇവര് അടിച്ചു വിരിഞ്ഞിട്ടാണ് പിന്നെ വേറൊരു സംഘടനയെ തുടങ്ങിയായിരുന്നു. ആർട്ട് പനോരമ എന്നും പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു പേര്. അത് ഒരു പിന്നെ പഞ്ചായത്ത് മെമ്പർ സുരേഷ് അണ്ണൊക്കെ നമ്മളെ പഞ്ചായത്ത് പവിത്ര സാറൊക്കെ നമ്മളെ ഒരു ട്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ജില്ലാടിസ്ഥാനത്തിലേക്ക് കൊണ്ട് മത്സരിപ്പിക്കുമായിരുന്നു നാടകം. നമുക്ക് അന്ന് ഫസ്റ്റ് ഈ ചാത്തന്നൂർ പഞ്ചായത്തിൽ നമ്മളെ ഇത് 2 സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നല്ല ഒരു സ്ഥലമാണ്. അതായത് നമ്മുടെ ഓയൂര് തൊട്ടപ്പുറം ചെങ്കളവും ആയിട്ട് ബന്ധപ്പെടുത്തുന്ന ഇതുവഴി പെട്ടെന്ന് അങ്ങ് കയറാം കല്ലുവാതകളിൽ. അളയപ്പോഴേ ഇതുവഴി പെട്ടെന്ന് അങ്ങ് ഓയൂര് കയറുന്ന ഒരു സംഭവം. ഈ പാലം മറ്റേ കടവ് പണ്ട് ഇവിടെ കടത്തുണ്ടായിരുന്നു വള്ളം. അന്ന് നമ്മള് ഈ പള്ളിക്ക് മുന്നാടി പാലമില്ലയോ, അവിടെ ഒരു വള്ളം ഇല്ലായിരുന്നു. അതേ കണക്ക് ഇവിടെ വള്ളം കടത്തുണ്ടായിരുന്നു, അക്കരക്കര ആളിനെ കയറ്റുന്നത്. ആ കടത്തുള്ള സമയത്ത് നമ്മൾ സ്ഥിരം വരുമായിരുന്നു കോളേജ് പഠിക്കാൻ. ഈ മരക്കളം പാലം വന്നപ്പോ ആൾക്കാർ ഒരുപാട് പ്രതീക്ഷയോടുകൂടി നോക്കിയൊരു ഇതാണ്. ഇതിനകത്തൊരു ഈ പോകുന്നുണ്ടോ, ഇതൊരു 3 വീല് കയറി പോകും. 3 വീല് കയറി പോകുന്നത് ആയിരുന്നെങ്കിൽ ഭയങ്കര ഇതായിരുന്നു. ഇതിപ്പം ഒരു വണ്ടി കയറി പോകും, മേളിൽ ഇരിക്കുന്നതിന്റെ തലയും തട്ടും. കുറെ എണ്ണം ഇതിനകത്ത് തലയൊക്കെ അതിനകത്ത് കുരിയും കിടന്നു. ഇത് ആദ്യം പണ്ട് ഈ പരുവത്തിലെങ്കിലും കിട്ടിയത് ഈ നാട്ടുകാർക്ക് വളരെ ഉപകാരം. അങ്ങോട്ടും ഇങ്ങോട്ട് ബൈക്കിനകത്തെങ്കിലും പോവാം. വലിയൊരു ഉപകാരം എന്ന് പറയാനായിട്ട് ഇപ്പം ഞാൻ തോന്നില്ല. ഈ ഒരു വീതിയിൽ ഓട്ടോ പോകുവാരെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമായിരുന്നു. ഓട്ടോ പോലും പോകത്തില്ലടാ പോയി. ഇതിനകത്ത് നടപ്പാതെയും വെറും 2 വീലറേ പോകത്തുള്ളൂ. 3 വീലുണ്ടായിരുന്ന ഒരാട്ടോ പോകുമായിരുന്നെങ്കിൽ എന്ത് പ്രയോജനമാണെന്ന് അറിയോ? ഒരു ഐഡിയ ഇല്ലാതുള്ള ഒരു ഇതായിപ്പോയി. മനസ്സിലായി? അതേ കണക്ക് വൈകുന്നേരത്ത് നമ്മുടെ ഈ യുവജനങ്ങൾ ഇവിടെ വന്ന് വോളിബോളൊക്കെ കളിക്കുമായിരുന്നു. അല്ല, നമ്മൾ പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാനും പഞ്ചാരയും ബിനുവും ഇവരെല്ലായിട്ട് ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങും രാത്രി. നേപ്പാളി ഇല്ലേ റെജി തോമസ്, അവന്റെ വീട് അവിടെ ആയിരുന്നു. നമ്മള് അങ്ങനെ ആ കെയർ ഓഫിലാണ് ഇവിടെ വരുന്നത്. അന്ന് അവന്റെ ഇവിടെ ആരുമില്ല ഇവിടെ. ഇവിടെ രാത്രി വന്നിരുന്ന ആരും വരത്തില്ല. ഒരുപാട് ആൾക്കാർ ഈ പാലവും ഇല്ല. പാലപ്പുഴല്ലേ വന്ന് അപ്പുറത്തുള്ളവർക്ക് ഇപ്പുറത്തും വരാൻ പറ്റത്തില്ല. പാലം എന്ന് പറഞ്ഞാൽ നടപ്പാലം എന്ന് പറഞ്ഞാൽ മതി. ഇതൊരു പാലമായിട്ട് നിങ്ങൾ ബൂസ്റ്റ് ചെയ്യണ്ട. നടപ്പാലം, അതെ അതെ അതെ, നടപ്പാലം. പക്ഷെ ഒരിത്തിരിയും കൂടെ ആ ഒരു സംഭവം ചെയ്തിട്ട് ഇതുവഴി ആട്ടോ വിട്ടിരുന്നെങ്കിൽ വളരെ പ്രയോജനപ്പെട്ടു. ഓയിലുള്ളവർക്ക് പെട്ടെന്ന്, ഓയിലല്ല ഇവിടെ ഉള്ളവർക്ക് പിന്നെ ഇതൊക്കെ രക്ഷപ്പെട്ടു പോകത്തില്ലായിരുന്നു. അതിനകത്ത് ഈ പാലം ഇടിഞ്ഞ കണക്ക് കുറെ ഇടിഞ്ഞ ചിന്താഗതികളായിപ്പോയി നമ്മുടെ ഈ ഒരു. സമാന്തരം ഒന്നുമില്ല, ഇത് തന്നെ വീണ്ടും ഒന്നും കൂടെ സ്ട്രോങ് ചെയ്ത് ഒരു 4 വീല് പോകുന്നതൊക്കെ ഓണം ചെയ്ത് കൊടുത്താൽ മതി.
എന്നാ പിന്നെ ആള് ചെറിയ വണ്ടികൾ പോയത് മാരുതി ഈ ആടുതലത്തെ പാലത്തിനേക്കാളും നല്ലത് എത്രയോ ഇതാണ്. ബൈപ്പാസിൽ പണിയുന്നതാണെങ്കിൽ അടുത്ത പാലം വരുമല്ലോ. നമ്മളെ ഇത്തിക്കര ആറ് ഒഴുകി ഏതെല്ലാം സ്ഥലത്തൂടെ മരക്കുളം കടവ് ഓരോ സ്ഥലത്ത് വരുമ്പോഴും ഓരോ പേരാ. ഇവിടെ മരക്കുളം കടവ് ഇത്തിക്കര, എന്നാലും മെയിനായിട്ട് പൊതുവായിട്ട് അറിയപ്പെടുന്നത് ഇത്തിക്കര ആറാ. അതിന്റെ ഭാഗങ്ങളാണ് ഇവിടെ ഈ ആറിന്റെ ഉത്ഭവം നമ്മളെ കുളത്തുപ്പുഴ ആ ഒരു ഭാഗമല്ലേ? അവിടുന്ന് ഇല്ലേ? കുളത്തുപ്പുഴ ഇല്ലേ? കുളത്തുപ്പുഴ അമ്പലം അറിയാം അവിടെ മോനുസേനക്ക്? അറിയത്തില്ല. എടാ ഈ ഇതിവിടെ ഈ കടവ് നേരത്തെ കണ്ടിട്ടുണ്ട്. മീൻ അരിയിടുന്ന നമ്മള് പണ്ട് പറയത്തില്ലേടാ, ഈ അരിമ്പാറ വരുമ്പം മീൻ അരിയിടാൻ പോകുന്ന ഒരു അമ്പലം അറിയാമോ? അരിയിടാൻ പോകുന്ന എനക്കറിയത്തില്ല. ആ അമ്പലത്തിന് അവിടുന്നൊക്കെ വരുന്നതാണ് ഈ ആറ്. ഇവിടെ ഇത്തിക്കര എന്ന് പറയുമ്പോ ഇത്തിക്കര ആല് അങ്ങനെ അറിയപ്പെടുന്നേ ഉള്ളൂ. എന്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് നീ വരുന്നുണ്ടാവും, പോയിട്ടുണ്ടാവും. നിങ്ങൾ ഈ മസനഗുടി വഴി ഊട്ടി പോകാതെ നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളോടെ പോകണോടെ. ഇത് എന്തുകൂടെ ഇത് നിങ്ങളെ ഇനിയിപ്പം ഈ പാട്ട് അവനെ അച്ഛനോട് ചോദിച്ചാൽ ചിലപ്പോ അതറിയത്തില്ല. പിന്നെ ആളെ അവിടെ നിന്നിട്ട് അത് പാടുന്നു. അത് തന്നെ ആ അമ്പലത്തിൽ തന്നെ ഈ അരിയിടാൻ പോകുന്നത്. ഒരു മിനിറ്റ്, ഇനിയിപ്പം എന്തായാലും റീൽസ് ഒക്കെ ചെയ്യാൻ കൊള്ളാം. റീൽസ് ഒക്കെ കൊള്ളാം. അളേ ശ്രീകുമാറെ, എടേ നമ്മളന്ന് പോയില്ല പള്ളിക്കവണ്ണാടി പാലത്തിന്റെ ഇത് പറഞ്ഞില്ല? എമ്പാലും ആ പാലത്തിനേക്കാൾ ഇത്തിരിയും കൂടെ, ഈ പാലത്തിനേക്കാൾ ഇത്തിരിയും കൂടെ നന്നായിരിക്കും ആ പാലം എന്നാണ്. വരുമായിരിക്കും ഇല്ലയോ? എന്തായാലും ഈ പരിപാടിരുന്നാ മതി. അയ്യോ ഇത് വരരുതേ, ഇതായ ഒരു പ്രയോജനമില്ലാതെ ഇപ്പോൾ. സോഷ്യൽ മീഡിയ ഉള്ള കാലത്തുള്ള ഇനിയുള്ള പണികളൊക്കെ ശ്രദ്ധിക്കും. അല്ല, ഈ പാലം വരാൻ നേരത്തെ ആളുകൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഇതിനകത്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാഷ്ട്രീയം മാറ്റി നിർത്തി നമ്മുടെ നാടിന്റെ നല്ലതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എല്ലാത്തിലും ഈ രാഷ്ട്രീയം കുത്തിക്കയറ്റുമ്പോഴാണ് അങ്ങനെ തന്നെ ചിന്താവാന്ന് വിളിക്കാതെ ഒരാളെ ഒതുക്കാനും നമ്മുടെ കാര്യങ്ങൾ ഇത് അന്ന് ഇവിടെ ആൾക്കാർ പറഞ്ഞിരുന്നത് അളയ ശ്രീകുമാരെ, അന്ന് ഇവിടെ ആൾക്കാർ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇത് ഒരു 4 വീല് പോയാൽ ഒരു കണക്കിന്. പിന്നെ ഈ പറയത്തില്ലേ, ഞങ്ങൾ അന്ന് അതിനു വേണ്ടിയിട്ടാണ് വകയിരുത്തിയത്. നടപ്പാലം മാത്രമേ ഉള്ളൂ. ജനങ്ങളുടെ ആവശ്യം നടപ്പാലമല്ല ഇതാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വേണം. പിന്നെന്തിനാ ഇത്? അല്ല, അന്ന് അതിന്റെ കൂട്ടത്തിൽ കുറച്ചുകൂടെ ആവത്തുള്ളൂ. ഇനി ഇതിപ്പോ ചെയ്യണം, വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ചിലവ്. എപ്പോഴും നമ്മൾ ഈ പാർട്ടിയും അതുമായിട്ട് ബന്ധപ്പെടുത്തരുത്. നമ്മൾ കുറച്ചെങ്കിലും നമ്മൾ മാറി നമ്മുടേതായിട്ട് ചിന്തിക്കുക. രാഷ്ട്രീയം കുത്തിക്കയറ്റുമ്പോ ആൾക്കാർ ഒതുക്കപ്പെട്ട സൈഡിലോട്ട് പോയി പോകും. അതിനകത്ത് ഇപ്പം തന്നെ വരുന്ന ഈ 2 വീലർ വളരെ ബുദ്ധിമുട്ടിയാണ് വരുന്നത്. ഇവിടെ ഇറങ്ങുമ്പോൾ നോക്കണം, ഇവിടെ അത് തട്ടിയേ ഇറങ്ങാൻ പറ്റും. രാത്രിയൊക്കെ ആൾക്കാർ നൂല് പിടിച്ചുള്ള പോക്കാ അല്ലൂടെ. തല കൊണ്ടൊന്നും അവിടെ വെക്കരുത്. പണി സാധനങ്ങളും എല്ലാവരും മാറി. അതിനകത്ത് ആ പോയില്ലേ, ആ കണക്ക് തല എത്ര പേരുടെ തട്ടി മുറിച്ചിട്ടുണ്ട്. തല തട്ടിയിട്ട് എടാ പിടുത്തമായിട്ടായിരിക്കും അവിടെ നിന്ന് വരുന്നത്. അവന് എടാ മോനെ, നടപ്പാത എന്നും പറഞ്ഞാ തുടങ്ങിയത്. പക്ഷേ ഇതിപ്പം നടപ്പാതയാണെന്നുണ്ടെങ്കിൽ നടന്ന് ഇത് കൊണ്ടുപോകുന്ന ആൾക്കാർ ഒരുപാട് ആ ഒരു കാലം കഴിഞ്ഞു. ഇപ്പം 2 വീലറില്ലാത്ത ഒരു വീട് പോലും ഇല്ല. ഒരു വീട്ടിൽ തന്നെ 2-3 എണ്ണമാണ് ഉള്ളത് അല്ലേ? പിന്നെ ഈ നടപ്പാത ഉണ്ടാക്കി വെച്ചിട്ട് എന്തോ കാര്യം? ഇതുവഴി വന്നാൽ എൻ്റെ തല പോലും തട്ടും. എന്താ കണ്ടോ? പിന്നെ ബൈക്ക് വരുന്നത് 2-3 എണ്ണത്തിന്റെ തല ഇങ്ങനെ കുരുങ്ങി വീണായിരുന്നു. പിന്നെ ഇപ്പം ആൾക്കാരൊക്കെ പോവും. നടപ്പാത എന്ന് പറയുന്നത് അത് പണ്ട് എത്ര കിലോമീറ്റർ ചുറ്റി പോകണമെന്നറിയോ? ഇപ്പൊ ബൈക്കിനകത്ത് വരുന്നവർക്ക് എത്രയോ കിലോമീറ്റർ വ്യത്യാസം അതിനകത്ത്. ഒന്നുമില്ലെങ്കിൽ അടുതല വഴി പോകണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത്തിക്കര വഴി പോകണം. 2 ഇതേ ഉള്ളൂ, ഓപ്ഷനേ ഉള്ളൂ. ഇപ്പൊ ഇതുവഴി പെട്ടെന്ന് അങ്ങ് പോയി. ഇതൊരു 3 വീല് അല്ലെങ്കിൽ ഒരു 4 വീല് പോകുമായിരുന്നുണ്ടെങ്കിൽ ചെങ്കളത്ത് കയറാൻ അല്ലെങ്കിൽ കൊട്ടാരക്കര പോകാൻ എളുപ്പമായത്. നമ്മളെല്ലാവരും ഇതുവഴിയേ പോകത്തുള്ളൂ. ഇല്ലാതെ പോയി. അല്ലാന്നുണ്ടെങ്കിൽ ദീർഘവീക്ഷണം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതെ. മനസ്സിലായി? എല്ലാം മുരടിപ്പിക്കുക. നിങ്ങളെയൊക്കെ കാലം ആകുമ്പോഴത്തേനും ഇതൊക്കെ ശരിയാകും. നിങ്ങളൊക്കെ വേണം ഇനി ഇതിന്റെ ഈ തലമുറ. ദൈവമേ, ഈ പിള്ളേരെയൊക്കെ